ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കുന്നതും പിന്നെ കുറച്ച് ടിപ്സും ട്രിക്കും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു വെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഇന്നലെ മിഞ്ഞാന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. ഞങ്ങൾ വ്യാഴാഴ്ച കുട്ടികളെ മദ്രസയൊക്കെ വിട്ട് ഉച്ചയാകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ ഇല്ലല്ലോ, അപ്പോൾ അന്ന് അവിടെ വിരുന്നേന് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഇടാനൊന്നും ഇല്ല ഇനി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതെ നിന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു 10 മണിയൊക്കെ കഴിക്കണം കേട്ടോ വെള്ളിയാഴ്ച നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ പോന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ നമ്മളെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം വന്നിട്ട് അടുപ്പ് എത്തിച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ മക്കൾ ആകെ കടിച്ചു വാരിയിടണൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നഖം തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടാൽ മതി. അപ്പോൾ അതൊക്കെ മക്കൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം കുക്കിങ്ങിന് നിന്നേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ ഇപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ കൊടുക്കാൻ. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇടി മഴയൊക്കെ ഉണ്ടായിന് കേട്ടോ. ഇടി മഴയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അടുപ്പിന് കത്താനൊരു മടിയാണ്. പിന്നെ ചെറുതായിട്ട് വറകൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും ഞാൻ ഓലക്കൂടിയൊക്കെ വെച്ച് കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം കലത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ കടന്നിട്ട് തിളക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പോന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അവിടെ കിടക്കും. അപ്പോൾ ഇപ്പം തന്നെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞോളും. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ കൗണ്ടർ ടോപ്പുമ്പിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാൻ കുറച്ച് കോവക്ക വാങ്ങിയിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഇതേപോലെയുള്ള കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. പിന്നെ കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒക്കെ കുറേശ്ശെ അങ്ങനെ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ നമ്മൾ മഞ്ജുമോളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. മഞ്ജുമോൾക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കണതും അതേപോലെ ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് തരാൻ, അതേപോലെ സവാളൻ്റെ തൊലി കളയുക, അങ്ങനെയുള്ള പണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞ് സവാളയൊക്കെ പിന്നെ ഉള്ളിത്തട്ടിലൊക്കെ ആക്കി വെച്ചോളന്നാൽ പറഞ്ഞ് അങ്ങനെ ഓൾ അങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതിക്ക് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിക്ക് പച്ചമുളക് ഇട്ടിട്ട് പച്ചമുളകിനെ നെട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ പഴുക്കൊന്നും ചെയ്യൂല. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചത് ഇവിടെ ഉണ്ട് ഒരു ബോക്സിൽ. അപ്പോൾ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുളക് ഇപ്പം ഇന്ന് വാങ്ങിച്ചതല്ലേ. അപ്പോൾ ഇത് വേറെ വെക്കട്ടെ ഞാൻ. പിന്നെ ആദ്യമൊക്കെ നമുക്ക് നമ്മളെ തൊടിയിൽ ഇഷ്ടംപോലെ കാന്താരി മുളകൊക്കെ ഉണ്ടായിന്. ഇപ്പോൾ കാന്താരി മുളകൊന്നും ഇല്ല കേട്ടോ. അതിന്മേലൊന്നും മുളകില്ല. അപ്പോൾ അതിനിപ്പോൾ കാനലുള്ള സ്ഥലത്തായിട്ടാണോ ഇനിയിപ്പോൾ വേനലായിട്ടോ എന്താണെന്നറിയില്ല. വെള്ളമൊക്കെ ഞാൻ നനച്ചു കൊടുക്കലുണ്ട്, എന്നാലും അങ്ങനെ അത്രക്കാണ് കാന്താരി മുളകൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതേപോലെ വഴുതനങ്ങ വാങ്ങിയിട്ടുണ്ടേന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വഴുതനങ്ങ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ നമ്മളെ മഞ്ജുമോളെ ബർത്ത്ഡേ ആയിട്ടോ ഇന്നലെ വ്യാഴാഴ്ച. നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ പിന്നെ അവിടുന്ന് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടേനും. അത് ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടേനും. വീട്ടിലെത്തിയാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. അപ്പം എന്തിനാ പോയത് വെച്ചാൽ കുറേ ദിവസത്തേക്കാണ് ഉമ്മാനെ കണ്ടിട്ട്. അപ്പോൾ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടും അതേപോലെ ആങ്ങളുടെ മക്കളൊക്കെ കണ്ടിട്ട് കുറേ ആനും പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ദിവസം അവിടെ വിരുന്നൊക്കെ നിന്ന് ഉമ്മ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ നാത്തൂനൊക്കെ ഓരോ വീട്ടിലേക്കും പോയതല്ലേ. അപ്പോൾ കുറേ ദിവസമാണ് കുട്ടികളെ ഉമ്മാനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. നമ്മൾ ഐഫക്കുട്ടിയാണെങ്കിലോ 2-3 ദിവസത്തേക്കണം ഉമ്മമാനെ കാണണം പറഞ്ഞ് കരയിൽ തുടങ്ങിയിട്ട്. അങ്ങനെ ഇപ്പോൾ മദ്രസൊക്കെ ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് ഞാൻ. പിന്നെ മല്ലിയില നല്ല ഫ്രഷ് ആയത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടേനും. കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് കുറേ ദിവസം നല്ല ഫ്രഷ് ആയിരിക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പിന്നെ ഇതേപോലെ മല്ലിയില കടയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇലമ്മൽ ഇങ്ങനെ കേട് വന്ന ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കളയുക. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, ആ വേരുള്ള ഭാഗം, അതും ഇതേപോലെ ഇങ്ങനെ കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റുക. പിന്നെ മല്ലിയില വാങ്ങിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങിക്കാൻ നോക്കുക. നമ്മളെ വീട്ടിൽ ഇവിടേക്ക് കൊണ്ടുവരുന്ന മല്ലിയില ഇതേപോലെ ഫ്രഷ് ആയിട്ട് അങ്ങനെ കിട്ടലില്ല കേട്ടോ. നമ്മളിവിടെ അടുത്തത്തെ കടയിൽ നിന്നാണ് വാങ്ങൽ. അപ്പോൾ അവരിപ്പോൾ എന്നും പിന്നെ ഡെയിലി അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊന്നും ആവില്ല. 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള മല്ലിയില കേട്ടോ നമുക്ക് കിട്ടൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോന്നപ്പോൾ ഞാൻ അങ്ങാടിയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച് പോന്നതേനി.
അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മല്ലിയില ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് അവിടെ പിന്നെ കേട് വന്ന ഇലയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മല്ലിയില. അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ഈ ഒരു സുർക്കയും ഉപ്പൂട്ട ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കിതിലിട്ട് വെക്കാം. അപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ അടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി പെട്ടെന്ന് വേവണ അരിയാട്ടോ ഇടുന്നത്. ഇങ്ങനെ നേരം വൈകുന്ന സമയത്തൊക്കെ എളുപ്പം വേവണ അരി ഇട്ടാൽ വേഗം ചോറ് വെന്ത് കിട്ടും. നമ്മളെ റേഷൻ കടയിൽ നിന്ന് വാങ്ങണ പൊന്നി അരി ഇല്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അമ്മ എന്നോട് കുറേ പറഞ്ഞാട്ടോ ഇപ്പോൾ പോകണ്ട, വൈകുന്നേരം പോവാന്നൊക്കെ. പിറ്റേ ദിവസമല്ലേ ഇനിയിപ്പോൾ മക്കൾക്ക് മദ്രസ ഉള്ളൂ, ശനിയാഴ്ചയല്ലേ മദ്രസ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ നിന്നോന്നൊക്കെ കുറേ പറഞ്ഞ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെയിൽ തട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേട് വരും. പിന്നെ നല്ലോണം എന്താ പറയുക മൂത്ത് ഈ കൊട്ടത്തേങ്ങയൊക്കെ ആയ തേങ്ങയാണ് നമ്മൾ വെയിലത്ത് ഇടണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് പച്ച തേങ്ങയല്ലേ നമ്മൾ വെട്ടിയിട്ടത്, അപ്പോൾ അത് ഉണങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാട്ടോ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ ആദ്യം തേങ്ങയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ അപ്പോൾ രാവിലെ കിട്ടണ ഒരു വെയിൽ മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെയിലത്തിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണത്തെ പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ മല്ലിയില ഞാനൊരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് ഇതാ ഒരു കോട്ടൻ്റെ തുണി കഷ്ണം വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അടപ്പുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണി കഷ്ണം ഉണ്ടല്ലോ അതോ ഒന്ന് വിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മല്ലിയില വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെയും അതേപോലെ തന്നെ ചെറിയൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണി കഷ്ണം വെച്ച് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കരുത് കേട്ടോ. ന്യൂസ് പേപ്പറിൻ്റെ മഷി വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാണെന്ന് പറയണേ കേൾക്കാം. അപ്പോൾ അത് ചെയ്യരുത്. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ മല്ലിയില. അങ്ങനെ അത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ മീൻ വാങ്ങിച്ചു പോന്നപ്പം അപ്പോൾ ഇന്ന് മീനാണ് കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ മക്കളോട് പറഞ്ഞു നമുക്ക് ബീഫ് വാങ്ങല്ലേ പറഞ്ഞപ്പം ഓര് പറഞ്ഞു ബീഫ് വേണ്ട വെച്ച് മീൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓരെന്നെ ഓർക്ക് ഇഷ്ടപ്പെട്ട മീൻ സെലക്ട് ചെയ്തതാട്ടോ. അപ്പോൾ നമ്മൾ ബാബുകാക്ക് ചിലപ്പോൾ വിളിക്കുമ്പോൾ ചീത്തറിയുന്ന മീൻ വാങ്ങിയാൽ പിന്നെ ഒരു ഇവിടെ ഉണ്ടാകുമ്പം അധിക ദിവസം വെള്ളിയാഴ്ച നമ്മൾ അധികം ബീഫ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ, മീൻ വാങ്ങിക്കലില്ല. അപ്പോൾ ഒന്ന് മക്കളോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് മീൻ മതി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരെന്നെ ഇട്ടത് വാങ്ങിച്ചത്. അപ്പോൾ ഇതാ ഞാനിവിടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അലക്കണ കല്ലുമ്മ ഞാനൊരു വാഴൻ്റെ ഇല വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഈ മീനിൻ്റെ ചെതമ്പൽ കളയണ സാധനം. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ചെതമ്പൽ കളയുന്നത്. ഇതുമ്പോൾ നല്ലോണം ചെതമ്പലുണ്ട്. ഇത് ബ്രാൽ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ മീനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മീൻ ഞാൻ അധികം ഇവിടെ അങ്ങനെ വാങ്ങിക്കലില്ല കേട്ടോ. പിന്നെ നമ്മളെ ബാവുകാർക്ക് ഉണ്ടാകുമ്പോഴും അങ്ങനെ വാങ്ങലില്ല, ഒരിക്കലും ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ മീൻ. പക്ഷേ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഞാൻ വാങ്ങിയിനി. അപ്പോൾ അന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് പൊരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനി. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ അതന്നെ വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരു വാങ്ങിച്ചതാട്ടോ അത്. പിന്നെ ഇതുപോലെ ഒരുപാട് ചതമ്പലൊക്കെ ഉള്ള മീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ചതമ്പൽ കളയണ സാധനം ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ചതമ്പൽ കളയാനൊക്കെ. അതേപോലെ തന്നെ ഈ ഒരു കത്രികയും മീൻ വെട്ടാനൊക്കെ അടിപൊളിയാണ്. ഇതും നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു കൊടുത്താൽ മതി എന്തായിട്ടാണോ നമുക്ക് വേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണുകയും ചെയ്യാം. പിന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പാകത്തെ റേറ്റേ ഉള്ളൂ അവരെ കയ്യിൽ നിന്ന് എന്ത് സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിലും. അങ്ങനെ ഞാൻ കത്തിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഈ ഒരു മീൻ വെട്ടണ ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഇതും നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതും ഇതേപോലെ മീൻ വെട്ടാനൊക്കെ അടിപൊളിയാണ്. പിന്നെ മീൻ വെട്ടാൻ മാത്രമല്ല നമുക്ക് ബീഫൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് ഈ ഒരു കത്തി. അങ്ങനെ ഇതാ നമ്മളെ മീനൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പീസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിൽ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ വാൽ കഷ്ണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, കുറച്ച് എന്താ പറയുക കുറച്ച് ചെറിയ പീസൊക്കെ നോക്കിയിട്ട് നമുക്ക് കറി വെക്കാൻ അങ്ങനെ മാറ്റി വെച്ചും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മക്കൾ ഉമ്മച്ചിയെ ചോറായോ എന്ന് ചോദിക്കും ഇപ്പം. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വേഗം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട്. ഇനി ചോറ് വന്നപ്പോൾ പിന്നെ ആ ഒരു അടുപ്പത്ത് നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പിൻ്റെ ഇട്ടുകൊണ്ട് ആ മീൻ ഇവിടെ പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിഞ്ചുമോളെ റിസൾട്ട് എന്താ നിങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലത്തെ വീഡിയോയിൽ പറയാഞ്ഞത് അതാട്ടോ, ഇന്നലെ വീഡിയോ അല്ലല്ലോ. പിന്നെ വ്യാഴാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടേനും. വ്യാഴാഴ്ച 2 മണിയാകുമ്പോഴത്തേനും നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കൂലേ. അപ്പോൾ ആ ഒരു സമയത്ത് റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ഇനി 3 മണിക്കാണ് കേട്ടോ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിനത് വ്യാഴാഴ്ച. അപ്പോൾ ചിഞ്ചുവിന് 80% മാർക്കാണുള്ളത്. A+ ഒന്നുള്ളൂ. പിന്നെ അതേപോലെ 2A 2B+, 1B അതാണ് കേട്ടോ ചിഞ്ചുമോളെ മാർക്ക്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം പറയാതെ എന്നതൊന്നുമല്ല. പിന്നെ ആൾ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ഒന്നും കൂടെ ശ്രമിച്ചൊക്കെയാണെങ്കിൽ ആ A ഉള്ളതൊക്കെ A+ ആക്കേനെന്നൊക്കെ ആൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഓളെക്കൊണ്ട് കഴിയുന്ന മാർക്കുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളതിന് കുറ്റപ്പെടുത്താനൊന്നും പാടില്ല. പിന്നെ അതേപോലെ ഓളപ്പച്ചിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ പറയുന്നതും. അപ്പോൾ എന്തായാലും 80% മാർക്കുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ചിഞ്ചുമോൾ പഠിക്കുന്നത് CMAക്കാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരാണ് അഡ്മിഷൻ എടുക്കുന്നത്. തൃശ്ശൂർ ഒരു കോളേജുണ്ട്, അവിടെയാണ് കേട്ടോ. അവിടേക്കാണ് പോണത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ അവിടെ ചട്ടി ഗ്യാസ്മ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. അതേപോലെ തന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. പിന്നെ 3 തക്കാളി അതിക്ക് അതേപോലെ തന്നെ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് വഴറ്റാൻ വെച്ചിട്ട് പിന്നെ അതാ ഞാൻ വന്നിട്ട് നമ്മളെ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയിലാവുമ്പോൾ മീൻ കരിയുന്ന പേടിയൊന്നുമില്ല കേട്ടോ. നല്ല കനമുള്ള ചട്ടി ആയതുകൊണ്ട് തീ നല്ലോണം കത്തിയാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം എല്ലാ ഭാഗവും മീൻ മൊരിഞ്ഞ് നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ഈ ഒരു ചട്ടി ഒരുപാട് കൂട്ടുകാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്ക് തന്നെ അറിയാം. അതിൽ നോക്കുമ്പോൾ ആരാ വാങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. നമ്മളെ കൂപ്പൺ കോഡ് റസീന എന്നാണ്. അപ്പോൾ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 200-250 രൂപേൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക പൈസ കുറവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ തിരിച്ചിട്ട് വന്നപ്പോൾ തന്നെ നമ്മളെ സവാളയും ചെറിയുള്ളിയും തക്കാളിയൊക്കെ വഴന്നൊക്കെ റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം ഗോൾഡൻ കളറാണത് വരെ വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ആ ഒരു ചട്ടിക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കുറവേന് കേട്ടോ. അപ്പോൾ 1 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തു, അതേപോലെ ഉലുവ ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി അരിഞ്ഞതും അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തീ ഞാൻ പറ്റ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സവാളയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തക്കാളിൻ്റെ തൊലി നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയട്ടോ, തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും. പിന്നെ തക്കാളി കുറേ ചെറുതാക്കിയിട്ട് അരിയണമൊന്നുമില്ല, ജസ്റ്റ് 2 പീസാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ. ഇങ്ങനെ സവാളയും ചെറിയുള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് മീൻ കറി ഉണ്ടാക്കുമ്പോൾ മീൻ കറി നല്ല കുറുകിയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും തേങ്ങ അരച്ച കറിയല്ല അധികവും ഉണ്ടാക്കൽ. അപ്പോൾ ഇനി തേങ്ങ അരക്കാത്ത കറികളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഇക്കാരം തേങ്ങ അരക്കാത്ത കറികൾ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ അതൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിൻ്റെയും സവാളൻ്റെയൊക്കെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമല്ലോ, എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കൊടുമ്പുളി ചേർക്കണമെങ്കിൽ കൊടുമ്പുളി ചേർക്കുക. ഇനിയിപ്പോൾ മാങ്ങ ചേർക്കണമെങ്കിൽ പിന്നെ മാങ്ങ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞാണ്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ല ലൂസായി കാരം. അപ്പോൾ അങ്ങനെ ഒരുപാട് കറിയൊന്നും വേണ്ട, കുറച്ച് കറി മതി കേട്ടോ. ഇത് 1 സ്പൂണ് ഇട്ടാൽ തന്നെ നമുക്ക് ചോറ് നല്ല ഉഷാറായിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് തിളച്ച് വന്നപ്പം നമ്മളെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു.
ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മീൻ എന്തായിക്കണമെന്ന് നോക്കട്ടെ കേട്ടോ. പോയിട്ട് മീനൊക്കെ കരിഞ്ഞിക്കണോ അല്ലേന്ന് അറിയില്ല. അപ്പോൾ ഇതാ നമ്മളെ ഐഫക്കുട്ടിയും റിച്ചുമോനും നല്ല കളിയിലാട്ടോ. ഇതാ അവിടെ കുടയൊക്കെ ചൂടി കളിക്കണ കണ്ടങ്ങൾ. ഒരിക്കൽ രണ്ടാക്കും അങ്ങനെയുള്ള കളികളാട്ടോ. അപ്പോൾ അവിടുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മച്ചിയെ ചോറായോ എന്നൊക്കെ. മീൻ പൊരിക്കണ സ്മെല്ലൊക്കെ ഓൽക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചോറാവണുള്ളൂ, ഇനി വേഗം പോയിട്ട് കുളിച്ച് വരി പറഞ്ഞിരിക്കണം കേട്ടോ അവരോട്. അപ്പോൾ തന്നെ ഇതാ മീനൊക്കെ വെന്തിട്ടുണ്ടായിനി. അപ്പോൾ അത് ഞാൻ ചട്ടിയിൽ നിന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരിയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ കഴുകി വെക്കുകയും ചെയ്യാം. പിന്നെ അകത്തേക്ക് ഇങ്ങനെ വേറെ പാത്രത്തിലാക്കി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആകെ വൃത്തികേടാവും ചെയ്യൂലല്ലോ. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ കാട്ടൽ. ചോറ് വെക്കണ കാലമൊക്കെ അവിടുന്ന് തന്നെ കഴുകി വെക്കും. അങ്ങനെ ഇതാ പിന്നെ മീനൊക്കെ വേറെ പാത്രത്തൊക്കെ ആക്കി അകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മീൻ കറി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും. എന്നിട്ട് തീ ഓഫാക്കി കൊടുക്കും. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇനിയും കുറച്ച് നേരം കൂടെ ഇതിൽ കിടന്നിട്ട് അങ്ങനെ തിളക്കും. അപ്പോൾ അതങ്ങനെ തിളച്ചോട്ടെ. അപ്പോൾ അത് ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചു. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ടേനി. അപ്പോൾ ഞാനതൊക്കെ കഴുകാൻ നിന്ന്. പിന്നെ ചിഞ്ചുമോൾ ഇവിടെ പപ്പടം പൊരിക്കണുണ്ട്. പിന്നെ നമ്മൾ ഐഫക്കുട്ടി റിച്ചൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ണാൻ വന്നിരിക്കണുണ്ട് കേട്ടോ. അവർക്ക് നേരത്തെ ചോറാണ്. ഒരു 12:30 ആകുമ്പോഴത്തേന് ഉമ്മച്ചിയെ ചോറായില്ലേ ചോദിക്കൽ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ 10 മണി ആയിക്കണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഇനി അതൊക്കെ വാങ്ങിച്ചൊക്കെ വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടോ. പിന്നെ വന്നിട്ടല്ലേ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ചോറൊന്നും കഴിക്കണില്ല. ഞാനും ചിഞ്ചുമോളും മഞ്ചുമോളും ഇപ്പോൾ കഴിക്കണില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ കഴിക്കുക. അപ്പോൾ നമ്മളെ റിച്ചുവിനും ഐഫക്കുട്ടിക്കുള്ള ചോറൊക്കെ ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻകറി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീൻകറിയേനും. പിന്നെ ഇത് കാണുമ്പം ഇങ്ങനെ ചുമന്നിരിക്കണ്ടല്ലോ, അത് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തോണ്ട് കേട്ടോ, അല്ലാതെ എരിവൊക്കെ പാകേനും. പിന്നെ എന്താ അന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പണികളും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുത്ത് തന്നാൽ ശരിയാവില്ല. അപ്പോൾ നമ്മളെ പണികളൊക്കെ തീർത്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.